മുഹറം അത് പവിത്രമായ മാസമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പവിത്രതയെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. ഈ മുഹറം മാസത്തിൽ ചിലരൊന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, പെരേ കൂടാൻ പാടില്ല. അതൊന്നും ശരിയല്ല കേട്ടോ. പവിത്രമായ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പൂർവ്വ സൂര്യകളൊക്കെ അത്തരം പരിപാടികൾ മാറ്റിവെച്ചിരുന്നു. അത് ശരിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ആദ്യത്തെ 10 ദിവസങ്ങൾ കൂടുതൽ അള്ളാഹുവിന് ആരാധന കൊണ്ടടുക്കാൻ വേണ്ടിയാണ്. ചിലർ ആ മാസം മുഴുവനും നോമ്പ് പിടിച്ചിരുന്നു. അതുകൊണ്ട് നോമ്പ് പിടിക്കുന്നതിനെതിരായി നോമ്പിന് കോട്ടം വരുന്ന കല്യാണം, അതുപോലെ തന്നെ പെരവാസ്തോലി പോലെയുള്ള വീട്ടുകൂടലടക്കമുള്ള അത്തരം കാര്യങ്ങൾ അവർ വിട്ടുനിന്നിരുന്നു. ചില ആളുകൾ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പ് പിടിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ മാറ്റിവെച്ചിരുന്നു. ഇതൊക്കെ ശരിയാണ്. അത് ആ ദിവസങ്ങൾ മോശമായതുകൊണ്ടല്ല, ആ ദിവസങ്ങൾ പവിത്രമായതുകൊണ്ട് ഏറ്റവും നല്ല ആരാധനയാകുന്ന, ഏറ്റവും നല്ല കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ട നോമ്പ് പിടിക്കൽ സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട എല്ലാവരും പിടിക്കുന്ന നോമ്പാണ് ഈ മാസത്തിലെ മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ ജൂതന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അനുചരന്മാരെയും രക്ഷപ്പെടുത്തുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ നന്ദി പ്രകടനമായി അവർ നോമ്പ് പിടിക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞങ്ങളാണ് മൂസാ നബിയേക്കാൾ ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടവനെന്ന നിലക്ക് ആശുറായിൻ്റെ നോമ്പ് പിടിക്കാൻ തീരുമാനിക്കുകയും ജീവിച്ചിരിക്കുമെങ്കിൽ അടുത്ത വർഷം 9 കൂടി ഞാൻ നോമ്പ് പിടിക്കുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുഹറം 9, 10 നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ജൂതന്മാരുടെ എതിരാകാൻ വേണ്ടിയാണ്. ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് 9, 10 ശേഷം 11 കൂടി പിടിച്ചാൽ അതായിരിക്കും ജൂതന്മാർക്ക് എതിരാകാൻ ഏറ്റവും നല്ലത് എന്നാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് 9, 10 പിടിക്കുക വഴി ജൂതന്മാരോട് എതിരാകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ദിവസങ്ങളിലെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുകയും ഈ പവിത്രമായ മാസത്തിനെ അതുവഴി ആദരിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.